ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സിനിമയുടെ വിജയത്തിന് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന നിർണായക ഘടകമാണ്. മുൻപ് സിനിമയുടെ പ്രദർശന ദിവസങ്ങൾ പ്രാധാന്യം നൽകിയിരുന്ന സ്ഥലത്താണ് ഇന്ന് കളക്ഷൻ കണക്കുകൾ നിറഞ്ഞു നിൽക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കോവിഡ് കാലത്തിന് ശേഷം ബോക്സ് ഓഫീസ് പ്രകടനം ശ്രദ്ധേയമാവുകയാണ്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കോവിഡ് മഹാമാരിക്ക് ശേഷം മമ്മൂട്ടി നായകനായ 13 സിനിമകൾ തിയേറ്ററുകളിൽ നിന്ന് 500 കോടിയിലധികം കളക്ഷൻ നേടി. അതേസമയം മോഹൻലാലിന്റെ 8 സിനിമകൾക്ക് ഈ കാലയളവിൽ 478 കോടി രൂപയാണ് നേടാൻ കഴിഞ്ഞത്. കൂടുതൽ സിനിമകൾ റിലീസ് ചെയ്ത മമ്മൂട്ടിയാണെങ്കിലും ശരാശരി കളക്ഷനിൽ മോഹൻലാൽ മുന്നിട്ട് നിൽക്കുന്നു. മോഹൻലാൽ ചിത്രങ്ങളുടെ ശരാശരി കളക്ഷൻ 60 കോടിയും മമ്മൂട്ടി ചിത്രങ്ങളുടേത് 38 കോടിയുമാണ്. ഇക്കാലയളവിൽ മമ്മൂട്ടി ഏറ്റവും കുറഞ്ഞ കളക്ഷൻ ലഭിച്ച ചിത്രം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്ത് മയക്കത്തിനാണ്. 10 കോടിയാണ് പടത്തിന്റെ കളക്ഷൻ. മോഹൻലാലിന്റെ ഏറ്റവും കുറഞ്ഞ കളക്ഷൻ നേടിയ ചിത്രം ഷജി കൈലാസിന്റെ എലോൺ ആണ്. 1 കോടിക്ക് മുകളിൽ മാത്രമാണ് പടം കളക്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മോഹൻലാൽ ചിത്രം എമ്പുരാനാണ്. 262 കോടിയാണ്. മമ്മൂട്ടിയുടെ ഭീഷ്മപർവം 88.1 കോടി നേടി ഈ പട്ടികയിൽ ഒന്നാമതെത്തി. സിനിമയുടെ എണ്ണത്തിൽ മമ്മൂട്ടി മുന്നിട്ട് നിൽക്കുമ്പോഴും ശരാശരി കളക്ഷനിൽ മോഹൻലാലിന്റെ മേൽക്കൈ ബോക്സ് ഓഫീസിൽ ഈ താരത്തിന്റെ പ്രകടനം എക്കാലത്തും ശ്രദ്ധേയമാണെന്ന് തെളിയിക്കുന്നു.